17 മുതലുള്ള ചോദ്യങ്ങൾ 4 മാർക്കിൻ്റെതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ റാങ്ക് കോറിലേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിരിക്കുന്നത്. റാങ്ക് ഓഫ് എക്സ്, റാങ്ക് ഓഫ് വൈ. റാങ്ക് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റോ ഈക്വൽ ടു 1 - 6 ഇൻറ്റു സിഗ്മ ഡി സ്ക്വയർ ബൈ എൻ ഇൻറ്റു എൻ സ്ക്വയർ മൈനസ് 1 ആണ് ഫോർമുല. ഈ ഫോർമുലയിലേക്ക് ആവശ്യമുള്ള ഡി എന്ന് വെച്ചാൽ റാങ്ക് ഓഫ് എക്സ് മൈനസ് റാങ്ക് ഓഫ് വൈ ആണ്. അപ്പൊ ഇവ തമ്മിലുള്ള ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്തു. ആ ഡിഫറൻസിന്റെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്ത് സമ്മ് കണ്ടുപിടിച്ചതാണ് സിഗ്മ ഡി സ്ക്വയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സിഗ്മ ഡി സ്ക്വയർ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1 - 6 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ n, നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എണ്ണി നോക്കുക. 1 2 3 4 5 6 7 8 8 ഇൻറ്റു 8 സ്ക്വയർ മൈനസ് 1. ദെൻ സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 0.881. ഇതാണ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലൈൻ ഐഡന്റിഫൈ ചെയ്യാനാണ്. 2 റിഗ്രഷൻ ലൈൻ തന്നിട്ടുണ്ട്. ഏതാണ് എക്സ് ഓൺ വൈ, ഏതാണ് വൈ ഓൺ എക്സ്? ലൈൻ ഐഡന്റിഫൈ ചെയ്യണം. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫസ്റ്റ് ലൈനിനെ എക്സ് ഓൺ വൈ എന്നും സെക്കൻഡ് ലൈനിനെ വൈ ഓൺ എക്സ് ആണെന്ന് പറഞ്ഞിട്ട് എടുത്തു. അപ്പൊ ഫസ്റ്റ് ലൈൻ എക്സ് ഓൺ വൈ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ കിട്ടണം. അപ്പൊ 2x ഈക്വൽ ടു വൈ മൈനസ് 1. ഇതിന് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ 1/2 വൈ മൈനസ് 1/2 ആണ് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ വരും. അതേപോലെ -2y ഈക്വൽ ടു -3x മൈനസ് 7. ഇതിന് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ y ഈക്വൽ ടു 3/2x പ്ലസ് 7/2 ഇങ്ങനെയായി നിന്നു. ഇനി വൈന്റെ കൂടെയുള്ള കോഎഫിഷ്യന്റിനെയാണ് BXY എന്ന് പറയുക. അപ്പൊ വൈന്റെ കൂടെ 1/2 ആണ്. എക്സിന്റെ കൂടെയുള്ള കോഎഫിഷ്യന്റ് ആണ് BYX. BYX 3/2 ആണ്. ശ്രദ്ധിക്കാനുള്ള കാര്യം BXY പോസിറ്റീവ് ആണെങ്കിൽ BYXും പോസിറ്റീവ് ആയിരിക്കും. രണ്ടിന്റെ സൈനും സെയിം തന്നെ ആയിരിക്കും. ഇനി ചെയ്യാനുള്ളത് ഇവ തമ്മിലുള്ള പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണു. പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒന്നിനേക്കാളും കുറവായിരിക്കണം കിട്ടേണ്ടത്. ലെസ് ദാൻ 1 ആണ് കിട്ടേണ്ടത്. അങ്ങനെ ലെസ് ദാൻ 1 കിട്ടിയാൽ അർത്ഥം അവർ അസംഷൻ ഈസ് കറക്റ്റ്. ഫസ്റ്റ് ഇക്വേഷൻ എക്സ് ഓൺ വൈയും സെക്കൻഡ് ഇക്വേഷൻ വൈ ഓൺ എക്സും ആണ്. മിനിമം കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാല് ചെയ്യാനുള്ളത് ഫസ്റ്റ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്തു. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് രണ്ടും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്തു. ഇത് എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ് കിട്ടിയത്. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്തായിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്, മിനിമം ആയിരിക്കും. ഇനി ചെയ്യാനുള്ളത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആണ് എന്ന് പറഞ്ഞ് ഇക്വേറ്റ് ചെയ്തിട്ട് 4x മൈനസ് 24 ഈക്വൽ ടു 0 വെച്ച് എടുത്തതിന് ശേഷം എക്സിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. എക്സിന്റെ വാല്യൂ 6 ആണ്. കെന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഡിസ്ക്രീറ്റ് ആണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഡിസ്ക്രീറ്റ് ആയതുകൊണ്ട് ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. സോ ഇവയെല്ലാം കൂടെ കൂട്ടുമ്പോൾ 1 ആണ്. തന്നിരിക്കുന്ന പ്രോബബിലിറ്റീസ് എല്ലാം കൂടെ സബ് ചെയ്യുമ്പോൾ 1 ആണ് കിട്ടണം. 0.4 പ്ലസ് 0.2 പ്ലസ് 0.1 ഇവ മൂന്നും കൂടെ കൂട്ടുമ്പോൾ 0.7 പ്ലസ് k ഈക്വൽ ടു 1. k ഈക്വൽ ടു 1 മൈനസ് 0.7 വിച്ച് ഈസ് ഈക്വൽ ടു 0.3 ആണ് കെന്റെ വാല്യൂ. Variance of 4x minus 3.
വിച്ച് ഈസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് 4x പ്ലസ് കോൺസ്റ്റന്റ് വരുമ്പോ എന്താണ് 0 ആയിരിക്കും വരിക. ഇനി വേരിയൻസിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് വേരിയൻസ് ഓഫ് എ എന്തായി മാറും, എ സ്ക്വയർ ആയി മാറും. അപ്പൊ ഇവിടത്തെ എ എന്തായി മാറി, 16 ആയി മാറി. 16 ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ്. വേരിയൻസ് ഓഫ് എക്സ് നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്, 2 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. 16 ഇൻറ്റു 2 32. ദെൻ അതിലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കെന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഇന്റഗ്രൽ 0 to 1 k x സ്ക്വയർ dx ഈക്വൽ ടു 1. കെ കോൺസ്റ്റന്റ് വെളിയിലെടുത്തു. എക്സ് സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് ബൈ 3 ആയി. ലിമിറ്റ് അപ്ലൈ ചെയ്തു. അപ്പൊ നോക്കൂ, കെയും കോൺസ്റ്റന്റ് ആണ്, 3യും കോൺസ്റ്റന്റ് ആണ്. ഡിനോമിനേറ്ററിലുള്ള 3നെ വെളിയിലേക്ക് എടുത്തു. ഇനി എക്സ് ഉള്ളിടത്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യണു. അപ്പർ ലിമിറ്റ് 1 ആണ് ആദ്യത്തെ വാല്യൂ. 1 ക്യൂബ് മൈനസ് ലോവർ ലിമിറ്റ് 0 ക്യൂബ് വിച്ച് ഈസ് ഈക്വൽ ടു 1. 1 മൈനസ് 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 തന്നെയാണ്. അപ്പൊ കെ ഇൻറ്റു 1 മൈനസ് 0 ഈക്വൽ ടു 3നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ദെൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, കെന്റെ വാല്യൂ 3 ആണെന്ന്. എയ്റ്റ് 12 13 15 16 5 ഒബ്സർവേഷൻസ് ആണ് ഉള്ളത്. ഈ 5 ഒബ്സർവേഷനിൽ നിന്ന് സ്മോൾ ലെറ്റർ എന്നിന്റെ സൈസ് 2 ആവണം എന്ന് പറയുന്നുണ്ട്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റ്. എൻ സി എന്ന് പറഞ്ഞാൽ 5Z2 എന്ന് പറഞ്ഞാൽ 10 ഒബ്സർവേഷൻ ആണ്. ഇനി 5Z2ന്റെ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിള്. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളില് 5ന് നേരെ നോക്കി വന്നു. NC2 അപ്പൊ 5Z2 n എടുത്തിരിക്കുന്ന വാല്യൂ 5Z2 എത്ര വാല്യൂ 10. ഓക്കെ, നോക്കൂ 5Z2 എന്ന് പറഞ്ഞാല് 10. നമുക്ക് കിട്ടുന്ന സാമ്പിൾസ് 10 എണ്ണം ഉണ്ടാവണം. നോക്കൂ 812 813 815 816. അങ്ങനെ 4 ഒബ്സർവേഷൻസ് ഉണ്ടാക്കി. ദെൻ അതിനുശേഷം 1213 1215 1216. 1216. സിമിലർലി ബാക്കിയുള്ള ഒബ്സർവേഷൻസ് ഉണ്ടാക്കി. അതിനുശേഷം സാമ്പിൾ മീൻ കാൽക്കുലേറ്റ് ചെയ്തു. സാമ്പിൾ മീൻ എങ്ങനെയാണ്, 8ഉം 12ഉം കൂടെ കൂട്ടുമ്പോൾ 20. 20ന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 10. 2 എടുക്കാൻ കാരണം ഇവിടെ 2 എണ്ണം വെച്ചിട്ടാണ് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. 8ഉം 13ഉം കൂടെ കൂട്ടി 21. 21ന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 10.5. അങ്ങനെ ഓരോന്നിനെയും ടോട്ടൽ ചെയ്ത് മീൻ കണ്ടുപിടിച്ച കോളമാണ് ഇത്. ഈ കോളത്തിന്റെ ടോട്ടൽ വന്നിരിക്കുന്നത് 128 ആണ്. ഇനി ചെയ്യാനുള്ളത് എന്താന്ന് വെച്ചാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല സാമ്പിൾ മീനിന്റെ ടോട്ടല് ഡിവൈഡഡ് ബൈ എത്ര ഒബ്സർവേഷൻ ഉണ്ടെന്ന് നോക്കുക. ഇവിടെ എത്ര എണ്ണമാണ്, 10 എണ്ണമാണ്. ഡിവൈഡഡ് ബൈ 10 വിച്ച് ഈസ് ഈക്വൽ ടു 12.8. ക്വസ്റ്റ്യൻ നമ്പർ 23 T1 T2 ആർ 2 അൺബയസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ഓഫ് മ്യൂ എന്ന് പറയുന്നുണ്ട്. അതിൽ നിന്ന് മോർ എഫിഷ്യന്റ് എസ്റ്റിമേറ്റർ കാൽക്കുലേറ്റ് ചെയ്യണം. പക്ഷെ T2 എന്നുള്ള എസ്റ്റിമേറ്റർ തന്നതിൽ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ് കാണുന്നത്. 2x1 -x2 -x3 ആയിരുന്നുവെങ്കിൽ അത് അൺബയസ്ഡ് ആയേനെ. അപ്പോൾ അവിടെ ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, T2 അൺബയസ്ഡ് അല്ല. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ വേരിയൻസ് 32 ആണെന്ന് പറയുന്നുണ്ട്. അതേ പോപ്പുലേഷന്റെ മീന് 55 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം 81 സാമ്പിൾസ് സെലക്ട് ചെയ്തപ്പോൾ സാമ്പിളിന്റെ മീനാണ് 56.8. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നോട്ട് 55 എന്നാണ് ലാസ്റ്റ്. ആ സെന്റൻസ് വായിച്ചു നോക്കുക. ലാസ്റ്റ് ചെക്ക് ചെയ്യാനുള്ളത് നോട്ട് 55. സോ H1 മ്യൂ നോട്ട് ഈക്വൽ ടു 55 ആണ്. എപ്പോഴും നമ്മൾ H0 എടുക്കുന്നത് മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ട് ആണ്. ഓക്കെ, സിഗ്മ സ്ക്വയർ 32 ആണെങ്കിൽ സിഗ്മ ഈക്വൽ ടു എത്രയാണ്, √32 ആണ്. 5.66 ആണ് ആൻസർ. ഇനി ശ്രദ്ധിക്കാനുള്ളത് തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് Z ടെസ്റ്റ് ആണ്. Z ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ഡിവൈഡഡ് ബൈ സിഗ്മ ബൈ √10 ആണ് ഫോർമുല. എക്സ് ബാറിന്റെ വാല്യൂ 56.2 മൈനസ് മ്യൂ നോട്ട് 55 ഡിവൈഡഡ് ബൈ സിഗ്മ എത്രയാ 5.66 ഡിവൈഡഡ് ബൈ
റൂട്ട് n എത്രയാ 81. ഇനി ന്യൂമറേറ്റർ മൈനസ് ചെയ്യുമ്പോൾ 1.2 കിട്ടും ഡിവൈഡഡ് ബൈ റൂട്ട് 81 എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പൊ ഇതിന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.629 ആണ് ആൻസർ. 1.2ന് ഡിവൈഡ് ചെയ്യുക 0.629 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1.907 കിട്ടും. ഇതിനെ നമ്മൾ വിളിക്കുന്നത് കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. ഇതാണ് കാൽക്കുലേറ്റഡ് വാല്യൂ. ഇനി ടു ടെയിൽ ടെസ്റ്റില് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസില് ടേബിൾ വാല്യൂ നോക്കുക. ഇപ്പൊ ഫോർ ടു ടെയിൽ ടെസ്റ്റ് ദി ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആർ ഗിവൺ ഇൻ ബോൾഡ് ലെറ്റേഴ്സ്. ബോൾഡ് ലെറ്റർ ഇതാണ് ബോൾഡ് ലെറ്റർ. ബോൾഡ് ലെറ്ററിൽ 0.05. ഇതിന് താഴെ നോക്കി വരിക എത്രയാണ് ഇൻഫിനിറ്റിയില് വാല്യൂ 1.96. കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ 1.9 ആണ്. ടേബിൾ വാല്യൂ 1.96 ആണ്. ടേബിൾ വാല്യൂ ആണ് വലുത്, അതുകൊണ്ട് H0നെ അക്സെപ്റ്റ് ചെയ്യാം. നോക്കൂ, ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഇത് ഇൻകംപ്ലീറ്റ് അനോവ ടേബിൾ ആണ്, കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പൊ ക്വസ്റ്റ്യനിൽ 4 വെറൈറ്റീസ് എന്ന് പറയുന്നതുകൊണ്ട് 4 - 1 വിച്ച് ഈസ് ഈക്വൽ ടു 3 ആണ് ഇവിടുത്തെ ആൻസർ. ഇനി ഈ കോളത്തിന്റെ ടോട്ടലാണ് 22. 3ന്റെ കൂടെ ഏതോ ഒരു നമ്പർ കൂട്ടിയപ്പോ 22 ആണ് ആൻസർ. അപ്പൊ 3ന്റെ കൂടെ എന്ത് കൂട്ടിയിട്ടുണ്ടാവാം 22 കിട്ടാൻ? അതിനു വേണ്ടി 22 - 3. അപ്പൊ ഇവിടെ കിട്ടുന്ന ആൻസർ 19 ആയിരിക്കും. സെക്കൻഡ് കോളത്തിന്റെ ടോട്ടൽ തന്നിട്ടുണ്ട്. അപ്പൊ ഏതോ ഒരു നമ്പറിന്റെ കൂടെ 42.62 കൂട്ടിയപ്പോൾ 182.43 ആണ് ആൻസർ. ഇപ്പൊ വിട്ടുപോയ നമ്പർ കിട്ടാൻ 182.43 നിന്ന് 42.62 മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 139.81. അതാണ് ഇവിടുത്തെ വാല്യൂ. അടുത്ത കോളം മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ആണ്. ഇപ്പൊ സം ഓഫ് സ്ക്വയേഴ്സിന് 139.81 കറസ്പോണ്ടിങ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അന്നേരം കിട്ടുന്ന വാല്യൂ 46.60. അതുപോലെ 42.62ന് 19 കൊണ്ട് ഡിവൈഡ് ചെയ്യുക വിച്ച് ഈസ് ഈക്വൽ ടു 2.243 ആണ് ആൻസർ. ഇനി വേണ്ടത് എഫ് വാല്യൂ ആണ്. അത് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാല് 46.60നെ 2.243 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അന്നേരം കിട്ടുന്ന ആൻസർ 20.77 ആണെന്ന് ആൻസർ വരും. ഇനി വേണ്ടത് എഫ് ആൽഫയാണ്. അപ്പം നിങ്ങൾ ചെയ്യാനുള്ളത് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ എഫ് ടേബിള് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിള് നോക്കുക. അവിടെ എഫ് കറസ്പോണ്ടിങ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നോക്കുമ്പോൾ 3ഉം 19ല് ടേബിൾ വാല്യൂ കാണുന്നത് 1.13 ആണ്. ഇത് കാൽക്കുലേറ്റഡ് വാല്യൂ ആണ്. ദിസ് വൺ ടേബിൾ വാല്യൂ ആണ്. ഇപ്പൊ ഏതാണ് വലുത് നോക്കുക. ഇവിടെ വലുത് ഏതാണ്? കാൽക്കുലേറ്റഡ് വാല്യൂ ആണ്. ഇപ്പൊ കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ ആണ്. ടേബിൾ വാല്യൂവിനേക്കാളും വലുതാണ് കാൽക്കുലേറ്റഡ് വാല്യൂ എങ്കിൽ വി റിജക്ട് H0. ക്വസ്റ്റ്യൻ നമ്പർ 26. ടൈം സീരീസും കമ്പോണന്റ് ഓഫ് ടൈം സീരീസും എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ടൈം സീരീസിന്റെ ഡെഫിനിഷൻ ഇതാണ്. ടൈം സീരീസിന്റെ കമ്പോണൻസ് ഈ 3 കമ്പോണൻസ് ആണ്. 3 ഇയർ മൂവിങ് ആവറേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ 3 ഇയർ വെച്ച് ഗ്രൂപ്പ് ചെയ്തു. ഇവ 3ഉം കൂടെ ഗ്രൂപ്പ് ചെയ്തിട്ട് ഇതിന്റെ സെന്ററിലായിട്ട് 55 + 56 + 55 കൂട്ടുക. കൂട്ടിയിട്ട് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓരോ വാല്യൂവും ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വരിക. ഇതാണ് ആൻസർ. 3 വെച്ച് ഗ്രൂപ്പ് ചെയ്തു. ദെൻ നെക്സ്റ്റ് 3 2011 മുതലുള്ള വാല്യൂസ് വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യുക. അപ്പൊ 56 + 55 + 58 3 കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ 169. അതിനെന്ത് ചെയ്യുക? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഇങ്ങനെയാണ് ആൻസർ വരിക. സിഗ്മ P1 / സിഗ്മ P0 × 100 ആണ് ഫോർമുല.
കറണ്ട് ഇയർ പ്രൈസ് ടോട്ടല് 116 ആണ്. ബേസ് ഇയർ പ്രൈസിന്റെ ടോട്ടല് 101 ഇൻറ്റു 100. അപ്പൊ 116നെ 101 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1.1485 ആൻസർ ഉണ്ട്. അതിന്റെ കൂടെ ഇൻറ്റു 100 കാൽക്കുലേറ്റ് ചെയ്യുക. ഇതാണ് ആൻസർ വരുന്നത്. ദെൻ ഇനി വേണ്ടത് കോറിലേഷൻ ആണ്. കോറിലേഷന് ആവശ്യമുള്ള ഡാറ്റാസ് കാൽക്കുലേറ്റ് ചെയ്തു. ഇതാണ് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല. n into sigma xy minus sigma x into sigma y divided by root of n into sigma x square minus sigma x the whole square into square root of n into sigma y square minus sigma y the whole square. ഇതാണ് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല. നേരത്തെ ഉള്ള ടേബിളിൽ നിന്ന് ഓരോ കോളത്തിന്റെ ടോട്ടലും കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ വാല്യൂസ് എല്ലാം തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സിംപ്ലിഫൈ ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് വരുന്ന ആൻസർ 0.644 ആണ്. ചൂസ് ദ കറക്റ്റ് ആൻസർ. ഇഫ് വൺ ഓഫ് ദ റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1, ദ അതർ മസ്റ്റ് ബി. ഒരു റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഒന്നിനേക്കാളും വലുതാണെങ്കിൽ നെക്സ്റ്റ് വൺ ലെസ് ദാൻ 1 ആയിരിക്കും. എന്നാലേ റിഗ്രഷൻ കോഎഫിഷ്യന്റ് പ്രോഡക്റ്റ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 കിട്ടുള്ളൂ. സോ ഓപ്ഷൻ 3 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ റിഗ്രഷൻ ലൈൻ ആണ്. കോളം മെയിൻ്റെനൻസ് ഏജ് എക്സ് ആണ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എസ്റ്റിമേറ്റ് മെയിൻ്റെനൻസ് ഓഫ് കോസ്റ്റ് വെൻ ഏജ് 5 ഇയേഴ്സ്, ഏജ് ഈക്വൽ ടു 5 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ഏജ് എക്സ് ആണ്. എക്സിന്റെ വാല്യൂ 5 ആവുമ്പോൾ എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് വൈ എന്നാണ് ചോദ്യം. അപ്പൊ വൈ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ y minus y bar equal to byx into x minus x bar എന്നാണ് ഫോർമുല. byx കാൽക്കുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ byxന്റെ ഫോർമുല n into sigma xy minus sigma x into sigma y divided by n into sigma x square minus സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ. ഈ ഫോർമുലയിലേക്ക് ആവശ്യമുള്ള ബാക്കി ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇവിടെ എക്സ് സ്ക്വയറിന്റെ സമ്മ് വേണം, എക്സ് വൈ എന്നുള്ള കോളത്തിന്റെ സമ്മ് വേണം. അപ്പൊ അത് 2 കോളംസും ഇവിടെ കൺസ്ട്രക്ട് ചെയ്യണം. 4 കോളംസ് ആയി. ഈ എക്സ് കോളത്തിന്റെ ടോട്ടല് കാൽക്കുലേറ്റ് ചെയ്തു. എക്സ് കോളം ടോട്ടല് 20 ആണ്. വൈ കോളത്തിന്റെ ടോട്ടല് 85 ആണ് വരുന്നത്. XY സമ്മ് 490. ദെൻ എക്സ് സ്ക്വയറിന്റെ സമ്മ് വരുന്നത് 120. ദെൻ BYXൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണു. BYX ഈക്വൽ ടു n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ 1 2 3 4 ഇൻറ്റു സിഗ്മ XY 490 മൈനസ് സിഗ്മ എക്സ് എത്രയാ 20 into sigma y 85 divided by n-ന്റെ വാല്യൂ 4 into sigma x square 120 minus sigma x പറഞ്ഞ 20ന്റെ ഹോൾ സ്ക്വയർ. സോ വിച്ച് ഈസ് ഈക്വൽ ടു, ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 1960 minus 1700 divided by 4 into 120 480 minus 20ന്റെ സ്ക്വയർ 400 which is equal to ന്യൂമറേറ്റർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 260 ആണെന്ന് ആൻസർ വരും. ഡിവൈഡഡ് ബൈ 480ൽ നിന്ന് 400 പോയി കഴിഞ്ഞാൽ 80 ആണ് ആൻസർ. 260നെ 80 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 3.25 ആണ്. അപ്പൊ ഇതാണ് എന്ത് BYX. ഇനി എന്ത് വേണം, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y മൈനസ് y ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ yന്റെ സമ്മ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ എത്രയാണ് 4 ആണ് ഈക്വൽ ടു BYXന്റെ വാല്യൂ 3.25 ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ എത്രയാണ്, എക്സ് വാല്യൂസിന്റെ സമ്മ് 20 ആണ്.
ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ 4 ആണ്. സോ y മൈനസ് 85 ഡിവൈഡഡ് ബൈ 4 21.25 ഈക്വൽ ടു 3.25 ഇൻറ്റു എക്സ് മൈനസ് 5. 20നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5. ഇനി ഇവിടെ ചോദ്യം വെൻ ഏജ് ഈക്വൽ ടു 5, അതായത് എക്സിന്റെ വാല്യൂ 5 ആവുമ്പോൾ, വെൻ എക്സ് ഈക്വൽ ടു 5, എക്സിന്റെ വാല്യൂ 5 ആവുമ്പോൾ y മൈനസ് 21.25 ഈക്വൽ ടു 3.25 ഇൻറ്റു എക്സിന്റെ വാല്യൂ എത്രയാണ്? 5 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. 5 മൈനസ് 5. അപ്പോൾ y മൈനസ് 21.25 ഈക്വൽ ടു 3.25 ഇൻറ്റു 5 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 0. അപ്പൊ ഈ ഭാഗം ഫുൾ 0 ആയിപ്പോയി. y മൈനസ് 21.25 ഈക്വൽ ടു 0 ആണ്. അതായത് y ഈക്വൽ ടു 21.25 ആണ് ആൻസർ. എക്സ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യണതെങ്കിൽ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മയാണ് സ്റ്റാൻഡേർഡ് നോർമൽ ഫോളോ ചെയ്യുക. അങ്ങനെയെങ്കിൽ എക്സ് മൈനസ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് മ്യൂവിന്റെ വാല്യൂ 5 ആണ്, സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3 ആണ്. ഇതായിരിക്കും സ്റ്റാൻഡേർഡ് നോർമൽ ഫോളോ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. n1000 ഉണ്ട്, മ്യൂ ഈക്വൽ ടു 700 ആണ്, സിഗ്മ 50 ആണെങ്കിൽ നമ്മളോട് കാണാൻ ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് 690 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 720 ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. സോ എക്സ് വെച്ചിട്ട് സ്റ്റാൻഡേർഡ് നോർമലി കാണാൻ സാധ്യമല്ല. എങ്ങനെ ചെയ്യണം? എക്സിന് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ എന്ന് ട്രാൻസ്ഫോർമേഷൻ വരുത്തണം. പ്രോബബിലിറ്റി ഓഫ് എക്സിന് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ എന്നുള്ള ട്രാൻസ്ഫോർമേഷൻ വരുത്തുന്നതോടെ ഇവിടെയും 690 മൈനസ് മ്യൂവിന്റെ വാല്യൂ 700 ഡിവൈഡഡ് ബൈ സിഗ്മ 50 ആണ്. അതുപോലെ 720 മൈനസ് 700 ഡിവൈഡഡ് ബൈ സിഗ്മയുടെ വാല്യൂ 50 ആണ്. പ്രോബബിലിറ്റി ഓഫ് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. 690നെ 700 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് 0.2 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ 20 ഡിവൈഡഡ് ബൈ 50 വിച്ച് ഇസ് ഈക്വൽ ടു 0.4 എന്നതിന് ശേഷം നോർമലിന്റെ കേർവ് വരഞ്ഞു. ഇത് 0 എന്നുള്ള പോയിന്റ് ആണ്. ഇവിടെ നെഗറ്റീവ് 0.2ഉം ഇതാണ് 0.4. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഭാഗത്തിന്റെ ഏരിയ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അതായത് ടോട്ടൽ ഇത്രയും. ഇപ്പൊ നെഗറ്റീവ് 0.2 0 വരെയുള്ള 0.0793 ആണെന്ന് 0.4 വരെയുള്ള പ്രോബബിലിറ്റി 0.1554 ആണ്. ഇവ രണ്ടും കൂടെ കൂട്ടിക്കിട്ടുന്ന വാല്യൂ 0.2347 ആണ്. ഇത് പ്രോബബിലിറ്റി മാത്രമേ ആയുള്ളൂ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്പർ ആണ്. നമ്പർ ആണെങ്കിൽ എത്രയാണ് ഇവിടെ തന്നിരിക്കുന്ന നമ്പർ നോക്കുക, 1000 ആണ്. n ഇൻറ്റു പ്രോബബിലിറ്റി ആണ് ചെയ്യേണ്ടത്. സോ 1000 ഇൻറ്റു 0.2347 മൾട്ടിപ്ലൈ ചെയ്യണു. അന്നേരം കിട്ടുന്ന വാല്യൂ 234.7 ആണ്. ദെൻ ഇതിലുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 750 ആണ്. നേരത്തെ പറഞ്ഞ പോലെ എക്സ് വെച്ചിട്ട് സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ നോക്കാൻ സാധ്യമല്ല. എക്സിനെ എന്താക്കി മാറ്റണം? എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ എന്നാക്കണം. എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ എന്നാക്കണം, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 750 മൈനസ് മ്യൂവിന്റെ വാല്യൂ 700 ഡിവൈഡഡ് ബൈ സിഗ്മ എത്രയാണ്? 50 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ 750 നിന്ന് 700 മൈനസ് ചെയ്യുമ്പോൾ 50 ഡിവൈഡഡ് ബൈ 50 1. ഇപ്പൊ സെഡിന്റെ വാല്യൂ 1നേക്കാളും വലുതാവണം. സ്റ്റാൻഡേർഡ് നോർമലിന്റെ കേർവ് വരയ്യ. ഈ പോയിന്റ് ആണ് 1. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഭാഗത്തിന്റെ ഏരിയ ആണ്. സോ 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള പ്രോബബിലിറ്റി, 0 ടു പോസിറ്റീവ് ഇൻഫിനിറ്റി വരെയുള്ള പ്രോബബിലിറ്റിയിൽ നിന്ന് 0 മുതൽ 1 വരെയുള്ള പ്രോബബിലിറ്റി മൈനസ് ചെയ്യുക.
സോ 0.5 നിന്ന് ഏത് മൈനസ് ചെയ്യണം? 1 വരെയുള്ള പ്രോബബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ നിന്ന് നോക്കുമ്പോൾ 0.3413 ആണ്. ഇവ തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.1587 ആണ്. ഇതുകൊണ്ട് തീർന്നില്ല, നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? 1000 കൊണ്ട് കിട്ടിയിരിക്കുന്ന പ്രോബബിലിറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യും. 1000 എവിടെന്നാ വന്നത്? ക്വസ്റ്റ്യനിലുണ്ട് 1000 ആണെന്ന്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 158.7 ആണ് ആൻസർ വരിക. തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് 2010 P0 Q0, 2020 P1 Q1 ബേസ് ഇയറും കറണ്ട് ഇയർ ആയിട്ട് എടുത്തു. ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ 3 ഇൻഡെക്സ് നമ്പേഴ്സും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ആവശ്യമായ P1 Q1 മൾട്ടിപ്ലൈ ചെയ്ത് സം ചെയ്ത് വെച്ചു. P0 Q1 മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ ടോട്ടൽ ഇതുണ്ട്. P1 Q0 ഇത്രയും ഡീറ്റെയിൽസ് ആയി കഴിഞ്ഞാല് പിന്നെ വേണ്ടത് ലാസ്റ്റ് ഇയേഴ്സ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ ആണ്. സോ സിഗ്മ P1 Q0 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 into 100. P1 Q0 2070 ഡിവൈഡഡ് ബൈ P0 Q0 1660 into 100 124.7 ആണ് ആൻസർ. പാഷീസ് പ്രൈസ് ഇൻഡെക്സ് നമ്പറുടെ ഫോം കാണുന്നത്. ആൻസർ 121.77 ആണ് ആൻസർ കിട്ടുക. അതുപോലെ തന്നെ ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ ഉണ്ട്. ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ ആസ്പിയേഴ്സ് ഇൻഡെക്സ് നമ്പറും പാഷീസിന്റെയും രണ്ടിന്റെയും കൂടിയുള്ള സ്ക്വയർ റൂട്ട് ആണ്. സോ ഇത്രയാണ് ആൻസർ വരുന്നത്. If you like the video, please subscribe and press the bell icon.